പന്തളത്തൊരു പട്ടി ചത്താൽ രക്തസാക്ഷിയാകുമ്പോൾ കൂട്ടുകാരുമായിട്ടത് പാടിയിട്ടുണ്ട്. പാടുന്ന നല്ല കണ്ടീഷനിലല്ല. പന്തളത്തൊരു പട്ടി ചത്താൽ അതൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു സംസാരം. നിർത്തുന്നതാണ്, അതൊക്കെ നിർത്തുന്നതാണത്. മനുഷ്യനെ സംസാരിക്കാൻ അഭിമാനമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പാരമ്പര്യമാണ്. എൻ്റെ പിന്നാലെയാണോ ആണോ കത്തയക്കുമായിരുന്നു. അൻവസ്റ്റ് വഹിച്ചാലോ മറ്റൊരു വഹിച്ചാലോ കത്തയക്കാണ് കാട്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ കൊടുക്കുകയാണ്. 2-3 ആഴ്ച പുതുക്കുകയാണ്. പാർട്ടി മെമ്പറല്ല, എത്ര ദിവസം ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വിശേഷിക്കും. ആ കാര്യം അവരെ ജനങ്ങളിലുള്ളവർക്ക് ഇതാണ് എനിക്ക് പറയാൻ. മാത്രം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പറയാൻ പോയിട്ട് പറയുന്നു. പിന്നെ UDF പിന്തുണ നൽകാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നത് അറിയില്ല. അതൊന്നും അറിയില്ല. ആരുടെയെങ്കിലും പിന്തുണ സ്വീകരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ ഒരാളുടെ സ്ഥാനാർത്ഥിയുടെ ശ്രമം. UDF പിന്തുണയ്ക്കുമെന്ന സംസാരമുണ്ട്. UDF പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം ഒന്നും വിളിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അങ്ങനെ പിന്തുണ തന്നാൽ വേണ്ട എന്ന് പറയും. പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ തന്നിരിക്കാത്തൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ എഗ്രിമെന്റ് വെച്ചിട്ടില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും സ്വാഭാവികമായിട്ട് വിജയമാണല്ലോ പ്രധാനം. ഒരു വിജയ സാധ്യത അമ്പലപ്പുഴ മണ്ഡലത്തിൽ കാണുന്നുണ്ടോ? അങ്ങനെ MLA ആയിരുന്ന സമയത്തെ ഒരു ജനസ്വാധീനം വിജയിക്കുമെന്ന പ്രതീക്ഷയിലെ മത്സരിക്കുന്നത് അത്രയല്ലേ പറയാൻ പറ്റും. സാർ അതല്ല, വീണ്ടും ചോദിക്കുന്ന ചോദ്യം, അതായത് സാറിന് പുറത്തുനിന്ന് ഒരു പിന്തുണ വരികയാണെങ്കിൽ സാറിന് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഇല്ല, അതിപ്പോ പറയുന്നില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇപ്പൊ UDFന്റെ ചർച്ചകൾ നടക്കുമ്പോൾ UDF അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. നേരത്തെ ചർച്ചകൾ നടന്നപ്പോൾ എനിക്കറിയില്ല. എന്നോട് ആരും സംസാരിച്ചില്ല. ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. അത് ODFക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടില്ല. അമ്പലപ്പുഴ മത്സരിക്കുമ്പോൾ പാർട്ടിക്കെതിരെ കൂടിയാണല്ലോ മത്സരം. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അങ്ങയുടെ പഴയ ഒരു വീഡിയോ സംഭാഷണം. അതായത് ഒരാൾക്ക് VSന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നതാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അതാണ് ചോദ്യം. അതെ, ബാക്കിയുള്ളവരുടെ സന്യസിക്കാനാണ് മത്സരിക്കുന്നത്, അധികാരത്തിലല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാൻ. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോകണമെന്ന് പറഞ്ഞാൽ മുമ്പ് VS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങളിൽ അതെ VS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനെന്തോ പറഞ്ഞെന്നല്ലേ നിങ്ങൾ? ഞാൻ ആ വീഡിയോ കണ്ടില്ല, കാണാത്ത വീഡിയോ ഞാനങ്ങനെ കൃത്രിമ വീഡിയോ ആയിക്കൂടെ? ഇല്ലേ ഇപ്പോൾ ഈ പഴയതൊക്കെ എന്തിനാ പൊക്കിയെടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നേരെ ചോദിച്ചപ്പോഴേ നേരെ ചോദിച്ചപ്പോൾ ഞാൻ മത്സരിക്കുന്നതിന് പേടിക്കേണ്ട കാര്യം. ഞാൻ കേട്ടോ വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകില്ല. എൻ്റെ ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ എൻ്റെ ഒന്നുമില്ല. ചുവട് കൂടി ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിന് വിപരീതമായി ചുവട് എഴുതാൻ പറ്റില്ല. ആരെങ്കിലും കേസുദാനം വിജയിപ്പിക്കാൻ എഴുതുകയാണ് എനിക്ക് അഭിപ്രായം. അതിലില്ല. ഇങ്ങനെയുള്ള മത്സരിക്കുമ്പോൾ വിജയിക്കാനായിട്ടാണോ മത്സരിക്കുന്നത്? അതെ. അപ്പം CPM-നെതിരെ പാർട്ടി ചിഹ്നത്തിലോ മത്സരിക്കുമ്പോൾ സാറ് മത്സരിക്കുമ്പോൾ വീണ്ടും മത്സരിക്കുമ്പോൾ അത് BJPയുടെയോ കോൺഗ്രസിന്റെയോ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മത്സരിക്കാൻ മത്സരിക്കാൻ ഒരാരും എൻ്റെ സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് എഴുതി തന്നിട്ടുമില്ല. സാറ് അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സാറ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണ്? എന്ത് ബേസ് ചെയ്തിട്ടാണ് സാർ മത്സരിക്കുന്നത്? ഞാൻ ഇതുവരെ മത്സരിച്ച എന്ത് ആശയമായിരുന്നു? അത്
അല്ല, സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും കുറേ അങ്ങനെ കാലം പ്രചാരണം. ഞാൻ അങ്ങനെ മത്സരിച്ചു അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കെതിരായ ഒരു മത്സരമുണ്ടായിരിക്കും. പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റി ഞാൻ സംസാരിക്കില്ല. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും എല്ലാ പാർട്ടിയിലുമുണ്ട്, അത് വളരാൻ പാടില്ല. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയില്ല. സർക്കാരിനെതിരെയുള്ള ഒരു മത്സരം സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് എനിക്കറിയത്തില്ല. സാറ് മത്സരിക്കാൻ പോകുന്ന സാറിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ്. അതെ, ഞാന് ഒന്ന് അഴിമതിക്കെതിരെ, എല്ലാത്ത അഴിമതിക്കെതിരെ സാർ മത്സരിക്കുന്ന എന്റെ പ്രധാന ക്യാമ്പയിൻ ആണ്. സംസ്ഥാന സെക്രട്ടറി പരിഹാസ രൂപേണയാണ് മറുപടി നൽകിയത്. അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ നേതൃത്വത്തിൽ ഇല്ല എന്നൊരു സംശയമുണ്ടോ? പാർട്ടി ചേർത്ത് പിടിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. ഇല്ല, കോടിയേരി ബാലകൃഷ്ണൻ എല്ലാത്തിന്റെയും അവസാനം ഒറ്റമൂലിയാണ് എന്റെ അനുഭവത്തിലാണ്. അദ്ദേഹം ഒരു നല്ല സഹായമായിരുന്നു. അദ്ദേഹം അവിടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അവിടെ PDPക്ക് പഠിക്കാൻ MA പാസ്സായി പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് മാർക്ക് ജവഹർലാൽ കോളേജിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് യൂണിറ്റ് ചുരുക്കാൻ ഞാൻ പോകുന്നത്. ഇന്നത്തോടെ കൂടുതലായിട്ട് കഴിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഒന്നും ഇവിടെ പ്രശ്നമില്ല. അപമാനിക്കില്ലായിരുന്നോ? പാർട്ടിയോട് സാറ് മത്സരിക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചു, താല്പര്യം അറിയിച്ചു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും അറിയിച്ചു. എന്നിട്ടും തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ സാറിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങേണ്ടി വരുന്നത്? പക്ഷേ പാർട്ടി സീറ്റുണ്ടായപ്പോൾ ഞാൻ സ്വതന്ത്രമാണ്. ഇത് ചോദ്യം സംസ്ഥാന നേതൃത്വത്തെ അങ്ങ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പ്രതികരണങ്ങൾ വരുമ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടില്ല. എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാൻ പറ്റും. ഒരു പരാതി പോലും 63 ഇയേഴ്സിലുണ്ട് ഒരു പാർട്ടി കമ്മിറ്റികൾ, സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ പരാതി കൊടുത്തില്ല. സംഘടനാ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും അവർക്കറിയാലോ താങ്കളെ ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ 5 വർഷക്കാലം അറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് ആ കുറിപ്പിലുള്ളത്. ഇതെല്ലാം അവർക്കറിയാം. നേതൃത്വത്തിന് അറിയാവുന്ന എല്ലാ നേതൃത്വത്തിന് ഇത്രയും കാലം അറിയാമായിരുന്നു എന്നാണ് അറിയാതെ അതറിയാതിരിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകളല്ലേ. സുധാകരനോട് ഒരു അപകടം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോധമുള്ളപ്പോഴാണോ അത് എടുക്കാതിരിക്കാനില്ല. മുഖ്യമന്ത്രി ഇടപെട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതാണ്. താങ്കളെപ്പോലുള്ള ആളെ അതൊന്നും അറിയില്ല. ഞാൻ ഇടപെടണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. പരിഭവമുണ്ടോ? ഇടപെടാത്തതിൽ പരിഭവമുണ്ടോ? മത്സരിക്കും.